അതിമാരകമായ മയക്കുമരുന്നായ MDMA അതിൻ്റെ ഉപയോഗം നമ്മുടെ യുവതലമുറയിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, അതുമൂലം ഉണ്ടാകുന്ന അക്രമങ്ങൾ ഒരുപാടുണ്ടാകുന്നൊരു സാഹചര്യം. ഈ സമയത്ത് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു, വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു, യുവാക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള നിരവധിയായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് നേതൃത്വം നൽകിയിരുന്ന റിട്ടയേർഡ് SI ആണ് ഇപ്പോൾ സുബ്രതകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികളെ, ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികളെയാണ് മയക്കുമരുന്നുമായി അദ്ദേഹത്തിൻ്റെ ഒരു സർവീസിൽ പിടികൂടിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിരവധിയായ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിനെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ സ്കൂളുകളിലും മറ്റും എടുക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവീസ് കരിയറിൽ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഏത് രീതിക്കാണ് ഇത് സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചമല്ല. MDMA മെത്തലിൻ ഡയോക്സിൻ മെത്താംഫെറ്റമിൻ, അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഈ കാഴ്ചയിൽ അതൊരു ഉപ്പിൻ്റെ കല്ല് പോലെ അല്ലെങ്കിൽ കൽക്കണ്ടം പോലെ അല്ലെങ്കിൽ ഒരു പഞ്ചസാര തരി പോലെ തന്നെയാണ് ഈ സംഭവം കാണുന്നത്. ഇത് MDMA നമ്മൾ മുൻപൊന്നും നമ്മളിത് കേട്ട് പരിചയമില്ലാത്തൊരു വാക്കാണ്. ഈവൻ പോലീസ് അടക്കം കേട്ട് പരിചയമില്ലാത്തൊരു വാക്കാണ് എന്ന് പറയാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ സിറ്റി, അതായത് തൃശ്ശൂർ ജില്ലയിൽ സിറ്റി എന്ന് പറയുന്ന സിറ്റി കമ്മീഷൻ കീഴിലുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് MDMA പിടിക്കുന്നത് 2020-ലാണ്. 2020 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 അന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്നത് വെറും 4.98 ഗ്രാമാണ്. 4.98 ഗ്രാം. അപ്പം നമ്മൾ വിചാരിക്കും 4.98 ഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമല്ലേ എന്ന് പറഞ്ഞാൽ, പക്ഷേ അല്ല. ഈ അതിൽ 1/2 ഗ്രാം MDMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ കഞ്ചാവിന് ഈക്വലൻ്റ് ആണ്. മനസ്സിലാക്കുക? അതാണ് 4.98 ഗ്രാം പറയുന്നത്. ഈ 4.98 ഗ്രാം, അതായത് 5 ഗ്രാം എന്ന് വിചാരിക്കാം. അത് 2020. ഈ 2021 അത് നേരെ 213 ഗ്രാം MDMA മാറി. മനസ്സിലായി? ഗ്രാഫ് അതിൻ്റെ കുത്തനെയുള്ള പോക്ക്. 2022 1113 ഗ്രാം. മനസ്സിലായി? 1 കിലോയ്ക്ക് മുകളിലാണ് 2022 23 ഞങ്ങൾ പിടിച്ച കഞ്ചാവിൻ്റെ കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 331 കിലോ ആണ് ആ വർഷം ഞങ്ങൾ പിടിച്ചത്. ഈ കഴിഞ്ഞ 2024 ഏകദേശം 3.5 കിലോ MDMA ആണ് പിടിക്കുന്നത്. തൃശ്ശൂർ സിറ്റിയിൽ മാത്രമാണ് 3.5 കിലോ MDMA പിടിക്കുള്ളൂ. ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവണമെങ്കിൽ അറിയാം. വെറും ഒരു 5-4 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഇത്രയും അതിൻ്റെ അതിമാരകമായിട്ടുള്ള രീതിയിലാണത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അത് തീർത്തും നമ്മളൊക്കെ ഭയപ്പെടുത്തുന്നൊരു സംഭവമാണ്. ഞാൻ ഈ ഭയപ്പെടുത്തുന്നൊരു സംഭവം എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രകാശ് സാറ് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് 2012 കാലഘട്ടങ്ങളിൽ എന്നോട് പറഞ്ഞു ഒരു ക്ലാസ് എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു PPT പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു സ്റ്റഡിയിൽ കണ്ടിരുന്നു. പഞ്ചാബിൽ 2013 കേട്ടോ, പഞ്ചാബിൽ 67% ഗ്രാമീണ ഭവനങ്ങളിലും ഓരോ ഡ്രഗ് അഡിക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. 67% ഗ്രാമീണ ഭവനങ്ങളിൽ 2013 സ്റ്റഡി കേട്ടോ പഞ്ചാബിൽ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു 20 വർഷം കഴിഞ്ഞ് 2013 കാലഘട്ടത്തിൽ പറഞ്ഞു ഒരു 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഡൽഹിയിലോ അല്ലെങ്കിൽ കൽക്കട്ടയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ എന്നിട്ട് പറയുന്നുണ്ടായിരിക്കും, ഇന്ത്യയിൽ ഒരു കൊച്ചു സംസ്ഥാനം തെക്കുണ്ട്, കേരളം എന്ന് പറയും, അവിടെ ഇത്ര ശതമാനം പേര് ഡ്രഗ്സ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ കുറേ പേര് ടീച്ചർമാർക്ക് ചിരിച്ചു വന്നു. പക്ഷേ ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MDMA ഈ കുട്ടികളിലേക്ക് വ്യാപിക്കുന്നത് അതെങ്ങനെയാണ്, എത്രത്തോളമാണ് അതിൻ്റെ ഒരു കാഠിന്യം ഇപ്പോൾ? അത് ഭീകരതയാണ്. അതായത് ഇപ്പം പല പയ്യന്മാരെ നമ്മൾ കഞ്ചാവ് വലിക്കുന്ന പയ്യന്മാരെ പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ കഞ്ചാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ കഞ്ചാവോ സാറെന്താ പറയുന്നത്, കഞ്ചാവൊക്കെ അതായത് ചെറിയ പയ്യന്മാരാണ് പറയുന്നത്, കഞ്ചാവൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. അപ്പം ഞാൻ MDMA ആണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സ്റ്റാൻഡേർഡ് കൂടുതൽ പോലെ ഉള്ള രീതിയിലാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇവർ അറിയുന്നില്ല. ആ ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു പയ്യൻ വന്നു. പയ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ സ്ഥിരമായിട്ടാണ് ഞാൻ പിടിക്കാറുള്ളതാണ്. 14 വയസ്സ് തൊട്ട് അവന് പിടിക്കാറുള്ളതാണ്, കഞ്ചാവായിട്ട് പിടിക്കാറുള്ളതാണ്. അത് 2020 വരെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവന് കഞ്ചാവ് കിട്ടാൻ വേണ്ടി കുറേ റോബറി അങ്ങനെ കേസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഇടയ്ക്കിടെ പിടിച്ചും കേസ് എടുത്തിട്ടൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ടും എനിക്ക് അവനായിട്ട് അവൻ്റെ ഫാമിലിയായിട്ട് അടുപ്പുണ്ടായതാണ്. പിന്നെ ഒരു 6 മാസം കുറച്ച് നാളത്തേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വന്നു.
വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചുകൂടാ, വെറുതെ തമാശ ചോദിച്ചുകൂടാ, കഞ്ചാവൊക്കെ വലിയൊക്കെ നിന്നോ ചോദിച്ചു. സാറേ കഞ്ചാവൊക്കെ നിർത്തി സാറേ എന്ന് പറഞ്ഞു. ഓ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അവർ കടലാസ് പൊതി എനിക്കിങ്ങനെ നീട്ടി തന്നു. സാറേ ഇതൊന്ന് തുറന്നു നോക്കട്ടെ, സൂക്ഷിച്ച് തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതിൽ വല്ല നായ്ക്കുറിൻ്റെ പൊടി ഉണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് വെള്ളപ്പൊടി, അത് ഇത്ര പോകുന്ന ചെറിയ 1-2 പീസുകൾ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇവിടെ നീ MDMA ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നീ അന്ന് പോയത്, പിന്നെ നീ ഇത് MDMA ഉപയോഗിച്ചത്, ഇത് MDMA ആണല്ലോ എന്ന് പറഞ്ഞിട്ട്, കാരണം വെള്ളപ്പൊടിനെ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇത് MDMA അല്ല, ഇത് എൻ്റെ പല്ല് പൊടിഞ്ഞാന്ന് പറഞ്ഞു. പല്ല് പൊടിയുക? അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇത് ഞാൻ അന്ന് സാറ് ടാറ്റ പറഞ്ഞ് പോയതാണ്, പിന്നെ കുറച്ച് നാൾക്ക് ശേഷം പിന്നെ അതിന് ശേഷം ഞാൻ MDMA ഉപയോഗിച്ച് തുടങ്ങി. MDMA ഉപയോഗിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ പല്ല് പൊടിഞ്ഞു തുടങ്ങി. ആ പല്ല് സാറെ കാണിക്കാൻ വേണ്ടി, സാറേ അടുപ്പുള്ളതല്ലേ, സാറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ആ പയ്യനെ ഈ അടുത്ത് കണ്ട് സംസാരിച്ച് പറഞ്ഞു, സാറേ എൻ്റെ എല്ലൊക്കെ പൊടിയുണ്ടോ എന്നുള്ളിലൊരു സംശയം. മീൻസ് അത്രയും ഇതായിട്ട് ഉപയോഗിക്കുന്ന കക്ഷിയാണത്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭീകരത നമുക്കൊരു ഉപയോഗിക്കുന്ന ഒരു പയ്യനെ കണ്ടറിയാം. അവൻ്റെ നടത്തും കണ്ടാലും അവൻ്റെ നിൽപ്പും അവൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിയാം. ഏത് പ്രവൃത്തി ചെയ്യുന്നുള്ളത് അവൻ തന്നെ നിശ്ചയമില്ല. സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ദിവസം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, 1 മാസം മുമ്പ് നമുക്ക് അവൻ്റെ മുഖം തന്നെ നമുക്ക് കണ്ടറിയാം. അവൻ്റെ കണ്ണൊന്നും ഒരു ഭാഗത്ത് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല, ഒരു സ്ഥലത്ത് ഇരിപ്പുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂമൻ കഞ്ചാവ് അടിച്ച പോലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂലയിലൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ MDMA ഉപയോഗിച്ച ആൾക്ക് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവൻ മൂവിങ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെറിയ കാലങ്ങളായിട്ട് കാണുന്ന കക്ഷി ഇന്നലെ കണ്ട പോലെ അല്ലല്ലോ ഇവൻ, ഇന്ന് ഒരു ജാതി വൈബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഉള്ള ഒരു രീതിയിലായിരിക്കും. പിന്നെ അത് കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥ ഭീകരതയാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ എത്രാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? എത്രാം ക്ലാസ്? പണ്ടൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ +2 കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. +2, പിന്നെ അത് +2 എന്നുള്ളത് +1 ആയി, പിന്നെ 10 പിന്നെ 9. ഞാനിപ്പോൾ ലാസ്റ്റ് ഞാൻ നിരവധി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. ഞാൻ എൻ്റെ ആ സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതും അവരും ഈ ഒരു ഇതാണ്, അതായത് ഇത് കിട്ടാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആരംഭം എപ്പോഴും ബാത്റൂമിലാണ്. മനസ്സിലായി? നമ്മുടെ കുളിമുറി, അത് ബാത്റൂമിൽ സ്കൂളുകളിൽ അവരുടെ ബാത്റൂമിലാണ്. ആ ബാത്റൂമിലാണ് ഇവർ ആദ്യത്തെ ഉപയോഗം. നമ്മൾ പലരും വിളിച്ച് ചോദിച്ച് ഇതിൻ്റെ സ്റ്റഡി, ഞാൻ പറഞ്ഞില്ല 2000 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ സ്റ്റഡി ചെയ്ത് അവരെ ചോദിക്കാറുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ എടുക്കാറുള്ളതാണ്. അപ്പോഴൊക്കെ ഇവർ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സ്കൂളിൽ ബാത്റൂം കേന്ദ്രീകരിച്ചിട്ട്. അപ്പോൾ ഇന്നാളൊരു ടീച്ചർ പറഞ്ഞു, സാറേ അത് എൻ്റെ കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും അവസാനം ബാത്റൂമിൽ നിന്ന് വരുന്ന ആൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുറേ നേരം ബാത്റൂമിൽ, ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ 10 സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ടീച്ചർ ഒരിക്കൽ പിടിച്ചപ്പോൾ ഈ സബ്സ്റ്റൻസ് സംഭവം കിട്ടി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്ന് നോക്കിയപ്പോൾ ഈ സബ്സ്റ്റൻസ് അവൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്നാണ് വളരെ ഇത്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഒരു വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ബാത്റൂമുകളിൽ കുറേ നേരം ഇവർ അവിടെ ചിലവഴിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായി? അപ്പോൾ അവിടെ പിന്നെ വാതിൽ അടച്ചിട്ടിരിക്കുക. പിന്നെ അവൻ്റേതായിട്ടുള്ള ലോകമാണ്. അമ്മ, അച്ഛൻ, അതൊക്കെ അവൻ്റെ കഞ്ചാവ് അടിക്കുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷൻ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഒരു 5 മിനിറ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരിയല്ലാത്ത രീതിയിലുള്ളൊരു കണക്ക് കൂട്ടലാണ് അവരുടെ ഒരു രീതി. ഇതിലിപ്പം ഇപ്പോഴത്തെ പല സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഏതൊക്കെ തലത്തിലുള്ള രീതിക്കാണ് ഈ ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് MDMA ഉപയോഗം ഈ 8ാം ക്ലാസ് മുതലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് എങ്ങനെ കുട്ടികളിലേക്ക് എത്തുന്നത്? കുട്ടികളിലേക്ക് എത്തുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ ഒരു ദിവസം അവിടെ നമ്മൾ ഈ കുട്ടികളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാച്ചെങ്കിൽ ആദ്യം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. പീച്ചി ഭാഗത്തൊരു സ്കൂളത്തെ കുട്ടികളെ അന്ന് ക്ലാസ് കെട്ടിയത് യൂണിഫോം അവിടുത്തെ കണ്ടിട്ട് ഞങ്ങൾ പിടിച്ചാണ്. അപ്പോൾ ആദ്യം അവർക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുത്തിരുന്നു പറഞ്ഞത്. പിന്നെ അത് ആ സമയത്ത് വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പോൾ അവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിന് കൂടുതൽ ആ ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി കോമൺ ആയിട്ട് ഉണ്ട്.
പിന്നെ ചേട്ടന്മാരെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു ആരാധനയാണ് ചേട്ടന്മാർ. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരടുത്ത് പോകും, എന്നിട്ട് പൈസ അവർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇത്ര പൈസ കൊണ്ടുവരാമെന്ന് പറയും. അത് ചിലപ്പോൾ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ നാളൊരു 10,000 രൂപ ഒരുത്തന്നെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൻ 10,000 രൂപ അവന് വില മനസ്സിലാവണില്ല. അപ്പം ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ നിന്നിട്ട് 5.5 പവൻ്റെ സ്വർണം, ഒരു മാലയും 2 പാദസരവും എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിൽ ചേട്ടന്മാരെ അനുകരിക്കാൻ നോക്കുമ്പോൾ അവർ ഇവരെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇവരെ കുട്ടികളെ ഉപയോഗിക്കുന്നു. ഒരു തവണ ഉപയോഗിച്ചാൽ മതി. ഇത് ആൺകുട്ടികൾ മാത്രമാണോ ഉപയോഗിക്കുക? അയ്യോ, നിരവധി പെൺകുട്ടികളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കോട്ടിൽ തന്നെ നിരവധി പെൺകുട്ടികളെ, നിരവധി പെൺകുട്ടികളെ. കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഹബ്ബ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ഇതിൻ്റെ മെയിൻ കേന്ദ്രം. അവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ കേരളത്തിലേക്ക് വരുന്ന 90% MDMA ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മൾ പഠിക്കാൻ കുട്ടികൾ വരും. ഞാനൊരു പറയുമ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കളത് വളരെയധികം ശ്രദ്ധിക്കണം. വെച്ചാൽ ബാംഗ്ലൂരും ഒക്കെ പഠിക്കാൻ പറ്റിയ IT ഹബ്ബാണ്. എന്താണ് ബാംഗ്ലൂർ വിടാം. പക്ഷേ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ യാതൊരു കാരണവശാലും ബാംഗ്ലൂർ വിടാൻ പാടില്ലെന്ന് ഞാൻ പറയും. അനുഭവം കൊണ്ടാണ്. നിരവധി പയ്യന്മാരാണ് ബാംഗ്ലൂർ പോയിട്ട് ഇതിന് അഡിക്ഷനായിട്ട് വരുന്നത്, നിരവധി. പിന്നെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ കാരിയറായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നാർക്കോട്ടിക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഈ സ്റ്റേറ്റ് വൈഡ് ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാ ജില്ലയിലത്തെയും ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഡിസ്കഷൻ വരും. ആ ഡിസ്കഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കാരിയറായിട്ട് കൊണ്ടുനടത്തുന്നത് പെൺകുട്ടികളാണ്, കാരിയറായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് കിഴക്കേക്കോട്ടയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ പിടിച്ചു. കിഴക്കേക്കോട്ടയിൽ വെച്ച് ആ പെൺകുട്ടീനെ പിടിച്ചപ്പോൾ മൊത്തം ചെക്ക് ചെയ്തപ്പോൾ എവിടെയും ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഈ കുട്ടി MDMA എടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ മൊത്തം ചെക്ക് ചെയ്തു. കാറിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കാറ് മൊത്തം ചെക്ക് ചെയ്തു, ഒന്നും കിട്ടിയില്ല. ഏറ്റവും അവസാനം ഈ കുട്ടി ഇങ്ങോട്ട് വയലൻ്റായി, വനിതാ പോലീസൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തു, ബോഡിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങോട്ട് വയലൻ്റായി. സാർ എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ചു, വയലൻ്റായി. ഏറ്റവും അവസാനം സമാധാനിപ്പിച്ചു. കാരണം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് തന്നെ ഷാളിൻ്റെ അറ്റം കിടന്നിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഞാലും. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇതെന്താ ചോദിച്ചു, അറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടിക്കണ് ഈ ഷാളിൻ്റെ. ഇതെന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് 50 പൈസ ചില്ലറ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് അമർത്തി നോക്കിയപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം 50 പൈസയല്ല, നമ്മൾ അന്വേഷിച്ച സാധനം തന്നെയാണ്. ഞാൻ ചിരിച്ചപ്പോൾ ആ പെൺകുട്ടിയും ചിരിച്ചു. 18 ഗ്രാമാണ് കിട്ടി. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, ഈ 18 ഗ്രാം നിങ്ങൾ ഇത് ആർക്കൊക്കെ വിൽക്കാനാണ്, അവരൊക്കെ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ സാർ ഇത് 18 ഗ്രാമും എനിക്ക് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ 18 ഗ്രാമോ? ഇത് 18 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലത്തേക്കുള്ള സംഭവങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കണം. സാധാരണ ഒരു 1/4 ഗ്രാമൊക്കെയാണ് പൊടിച്ചിട്ട് തന്നെ 2 തവണയൊക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ 18 ഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാർ ഈ 18 ഗ്രാം ഞാൻ ബാംഗ്ലൂരിൽ പോയി വാങ്ങിക്കാനുള്ള കാരണം എന്താണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ 1 ഗ്രാം 10,000 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചത്. ശരിക്കും അത്ര വിലയില്ല ഇവിടെ. എന്നാലും ഇത് കിട്ടാത്തൊരു സംഭവം, കിട്ടാതെ വരുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ 10,000 രൂപ കൊടുത്തിട്ടാണ് സാർ എനിക്കത്, കാരണം എനിക്കതില്ലാതെ പറ്റില്ല. അപ്പോൾ ആ 1 ഗ്രാം 10,000, അവിടെ ആകുമ്പോൾ ബാംഗ്ലൂരാകുമ്പോൾ നിസ്സാര പൈസ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പെൺകുട്ടി MDMA വാങ്ങിക്കാൻ വേണ്ടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടി, നമ്മൾ പുറമെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല, അത്രയും നല്ല പൊസിഷനിലിരിക്കുന്നൊരു പെൺകുട്ടി, അത് ഇതിന് അഡിക്റ്റായിട്ട് MDMA വാങ്ങിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഒരിക്കലും, പിന്നെ അത്രയും നമുക്ക് ഉറപ്പുള്ള മക്കളെ മാത്രം ആണ് നമ്മൾ അവിടേക്ക് വിടാൻ പറ്റുള്ളൂ. അല്ല, അത്രയും ഹബ്ബാണ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതെങ്ങനെയാണ് വീട്ടുകാരായാലും ടീച്ചേഴ്സ് ആയാലും ഇത് എന്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ? ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുമാറുന്ന ഇടം, നമ്മൾ ഒരിക്കലും അവരുപയോഗിക്കുന്ന ബാഗുകൾ പരിശോധിക്കണം. ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ MDMA ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കണ്ട നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ATM-ൻ്റെ കാർഡുകൾ ഉണ്ടെങ്കിൽ സാധനം ഉപയോഗിക്കുക, അതൊക്കെ കണ്ട നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ഇവർ റൂമിൽ ഒറ്റയ്ക്കിരിക്കണമെങ്കിലും അവരെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പരിശോധിക്കണം. ആ പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അസ്വാഭാവികമായിട്ടുള്ള ഇവരെ കയ്യിൽ കിട്ടാത്ത സാധനങ്ങൾ, നമ്മളിപ്പോൾ കാണാത്ത സാധനങ്ങളൊക്കെ ഇവരിൽ ഉണ്ടെങ്കിൽ അത് എക്സ്പെർട്ടായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിയുന്ന വല്ല പോലീസുകാർ അവരുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്, അതെന്താണെന്നുള്ളതൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അത്
അങ്ങനെ നമ്മളൊരു പിന്നെ ബാത്റൂമിലൊക്കെ പിന്നെ ഇതിൻ്റെ മെയിൻ ലക്ഷണം ഉപയോഗിക്കണമെങ്കിൽ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കണ്ട മകനല്ല ഇന്ന്, അവൻ പെട്ടെന്ന് വയലൻ്റ് ആവും. അഡോളസൻ പീരീഡിൽ ചൂടാവുന്നത് വേറെ, പക്ഷേ പെട്ടെന്ന് വയലൻ്റ് ആവുന്നൊരു രീതിയുണ്ട്. അത് ഈ ഒരു ഉപയോഗം കൊണ്ട് തന്നെയാണ് വരുന്നത്. ഈ കേരളത്തിൽ തന്നെയാണോ ഇത്രയധികം ഈ ഗ്രാഫ് ഇങ്ങനെ കൂടിയിട്ടുള്ളത്, അതോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണ്, ഈ തമിഴ്നാടും പോലുള്ള സംസ്ഥാനം? ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ഗവൺമെൻറ് വർക്ക് ചെയ്യണത്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനങ്ങളിലും എക്സൈസ് സംവിധാനങ്ങളിലും പ്രത്യേകിച്ച് ഗവൺമെൻറ് അവിടെ തന്നെ ഓർഡറുകൾ വരുന്നുണ്ട്. പരമാവധി ഓരോ മാസവും ഇത്ര പിടിക്കണം പരമാവധി പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ വരാറുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പിടിക്കുന്നുണ്ട്. കൂടുതൽ പിടിക്കണു എന്ന് വെച്ചതിൻ്റെ അർത്ഥം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ ഒല്ലൂരിലൊരു കേസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒല്ലൂരിൽ പിടിച്ചത് ഒരു കണ്ണൂരിലൊരു ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ പിടിച്ചത് 20 ഗ്രാം MDMA ആയിട്ടാണ് അത് പിടിച്ചത്. ആ 20 ഗ്രാം MDMA അവനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറേ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ എൻ്റെ ആലുവയുള്ള ഫ്ലാറ്റിൽ ബാക്കി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നോക്കിയപ്പോൾ കണ്ണ് ബൾബായി. വെച്ചാൽ 2.5 കിലോ MDMA ആണ് അവിടെ വീട്ടിലുണ്ടായിരുന്നത്, ഫ്ലാറ്റിൽ. 2.5 കിലോ MDMA. 2.5 കിലോ എന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂജാണ്. ഏകദേശം ടാബ്ലറ്റാണ്. അതൊരു 9,500, ഏകദേശം 10,000 ടാബ്ലറ്റ് എന്നാണ് പറയുക. അത്ര പ്യൂറായിട്ടുള്ള ഒറിജിനൽ MDMA ആയിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഴ്സ് നമ്മൾ അന്വേഷിക്കും. പിടിക്കുമ്പോൾ സോഴ്സ് സ്വാഭാവികമായിട്ട് അന്വേഷിക്കുള്ളൂ. സോഴ്സ് അന്വേഷിക്കുമ്പോൾ അങ്ങനെ തൃശ്ശൂർ നമ്മുടെ ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് 3 ആളെ പിടിച്ചു. ഇവന് കൊടുത്തിരുന്ന സപ്ലൈ ചെയ്ത 3 ആളെ ഘട്ടം ഘട്ടമായിട്ട് പിടിച്ചു. ആ 3 ആളെ പിടിച്ചിട്ട് അവർക്കും കൊടുക്കുന്ന ആളെ ഒരു മഹേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ മഹേന്ദ്ര സിംഗിനെ പിടിച്ചു. മഹേന്ദ്ര സിംഗിന് കൊടുക്കുന്നത് ഒരു വെങ്കടേശ്വര നരസിംഹ രാജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഹൈദരാബാദിൽ അവിടെ പോയി പിടിച്ചു. അവിടെ പിടിച്ചപ്പോഴാണ് അത് ഉണ്ടാക്കുന്ന ഒരു ലാബ് തന്നെ പോലീസ് കാണുകയുണ്ടായി. ഇതുണ്ടാക്കുന്നത് MDMA ഉണ്ടാക്കുന്നത് എൻ്റെ അറിവിൽ കേരളത്തിൽ ഇന്നേരെ പിടിച്ചിട്ടില്ല. ഇന്ത്യയിലും ലാബ് സാധാരണ കുക്കിംഗ് സെൻറ്ററുകളും അങ്ങനെ കോമൺ ആയിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ലാബായിട്ട് പിടിക്കുന്നൊരു സംവിധാനം ആദ്യമായിട്ടാണ് വേണം ഒരു പക്ഷം പറയാം. കാരണം അപ്പോൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ ഈ നരസിംഹ രാജുവിനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ് ഇവനൊരു 5 കോടി, അതായത് കെമിക്കൽസ് ജർമ്മനിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിലെന്തോ ഒരു നഷ്ടം വന്നു. 5 കോടി രൂപ വരെ നഷ്ടം വന്നു. 5 കോടി രൂപ നഷ്ടം വന്നപ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആൾ കണ്ടെത്തിയ രൂപമാണ് MDMA മാനുഫാക്ചർ ചെയ്യാൻ. ആൾ കെമിസ്റ്റാണ്. ആളിത് കൂളായിട്ട് ചെയ്തു. അപ്പോൾ അവിടുന്ന് തൃശ്ശൂർ സിറ്റിയിൽ നല്ലൊരു ടീമുണ്ട്, ഡാൻസ് ഓഫിൻ്റെ നമ്മുടെ ജീവൻ എന്ന് പറയുന്ന പോലീസുകാരൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സമർത്ഥനാണ്. അങ്ങനെ അവർക്ക് പോയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടാണ് ഈ ഒരു ലാബിലേക്കൊക്കെ എത്താൻ പറ്റിയത്. നല്ലൊരു ടീമാണ് ഇവിടെ സിറ്റിയിലുള്ളത്. ഇതിൻ്റെ ഇപ്പം നിയമം നോക്കുകയാണെങ്കിൽ നിയമത്തിന് എത്രത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്ന് പറയുന്നത്? ശിക്ഷ ലഭിക്കാൻ വെച്ചാൽ ഒരു കടുകുമണി വലിപ്പത്തിലുള്ളൊരു MDMA കിട്ടിയെന്നിരിക്കും. നമ്മുടെ മകൻ്റെ കയ്യിലോ നമ്മുടെ അവരുടെ കയ്യിലെന്നോ കടുകുമണി വലിപ്പത്തിലുള്ളൊരു MDMA കിട്ടിയാണെങ്കിൽ 1 വർഷം വരെ കഠിന തടവാണ്. 1 വർഷം വരെയുള്ള കഠിന തടവ് പ്ലസ് 10,000 രൂപ. ഇനി അത് 1/2 ഗ്രാം MDMA, 1/2 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഇത്രയല്ല നിസ്സാരമുള്ളൂ. 1/2 ഗ്രാം MDMA കിട്ടിയ അവന് 10 വർഷം വരെയാണ് കഠിന തടവ്. 10 വർഷം വരെയും 1 വർഷം 1 ലക്ഷം രൂപ വരെയുള്ള പിഴയാണ്. ഇനി അത് 10 ഗ്രാമാണെന്ന് വിചാരിക്കുക. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വെയിറ്റ്. ഇപ്പോൾ 10 ഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റല്ലേ ഉള്ളൂ. ആ 10 ഗ്രാം MDMA കിട്ടിയെങ്കിൽ 20 വർഷം വരെയാണ് കഠിന. മിനിമം 10 വർഷവും 20 വർഷം വരെയാണ്. അതുപോലെ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനിടയ്ക്കുള്ള ഫൈനാണ്. അപ്പോൾ ഒരു തവണ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ്, ഒരു തവണ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ലൈഫ് അതോടുകൂടി തകർന്നു. ഇതിൻ്റെ ഡി അഡിക്ഷന് ശേഷം എത്രത്തോളം ആളുകൾ തിരിച്ചു വരുന്നുണ്ട്? ഡി അഡിക്ഷന് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു 12,000 പേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അതിൽ അർഹതപ്പെട്ടവരൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കും പിന്നെ അവരെ പല രീതിയിലുള്ള കൗൺസിലിങ്ങും എല്ലാ രീതിയിലുള്ള നമ്മുടെ പോലീസിൽ തന്നെ ഫ്രീ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് വിമുക്തി ഉണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടാണ്. ഇതിൽ അധികമില്ല, വളരെ റയറാണ് രക്ഷപ്പെട്ടവരുള്ളൂ, വളരെ റയർ. കാരണം ഡി അഡിക്ഷനിൽ പോയി പൈസ സാമ്പത്തികം ചിലവ് വേറെ ഇട്ടാ. ഡി അഡിക്ഷനിൽ പോയി നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നല്ല കുട്ടിയായിട്ട് നിൽക്കും.
കാരണം അവിടുത്തെ അതേപോലെയായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വരും, ഇവൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വരും, സാധനം കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കാവും ഇത്ര കാലം ഞാൻ ഇതൊന്നും ഉപയോഗിക്കാതെ പോയി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സ്റ്റോറി, അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഇതിലേക്ക് പോയിട്ടുള്ളത് നിരവധി പേരാണ്. നമുക്ക് തന്നെ വിഷമം തോന്നും. കാരണം പല സ്ഥലത്തും പല റേറ്റാണ്. ഇപ്പോൾ തൊടുപുഴയുള്ള അവിടെയൊക്കെ 10-30,000 മാസമാണ്. ഇത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരൊക്കെ സ്വർണം വിറ്റിട്ടും പല രീതിയിലും കടം വാങ്ങിച്ചിട്ടും ചിട്ടി വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ കുട്ടികളെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോക്കുന്നത്. പക്ഷേ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞാലും ഇതിലേക്ക് പിന്നെ അതേപോലെ ഈ കഴിഞ്ഞാണ് ഒരു സാലി എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഞാൻ സ്റ്റോറി കേട്ടു. അത് അതുപോലൊരു തീരുമാനം എടുക്കണം, ബോൾഡായിട്ട് തീരുമാനം. ആരെന്ത് 4 സൈഡിൽ നിന്നും ഇവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞ് വന്നാലും നോ എന്ന് പറയാനുള്ള ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം. എത്ര പേർക്ക് അത് സാധിക്കും എന്നുള്ളത് അറിയില്ല. ഈ 2000-ഓളം കുട്ടികളെ ഈ ലഹരി മരുന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ അവരൊക്കെ എങ്ങനെയായിരുന്നു, എവിടെ നിന്നായിരുന്നു കൂടുതലും അവരുപയോഗിച്ചിരുന്നത്? സ്കൂളുകളിൽ നിന്ന് തന്നെയാണോ അതോ പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നോ? അല്ല, 2000-ൽ പരം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഒരു സ്കൂൾ പോലും, ഞാൻ ഉറപ്പ് പറയുന്നത്, ഡ്രഗ്സ് ഫ്രീ സ്കൂളില്ല. ഒരു സ്കൂൾ പോലും ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ ഞാൻ എല്ലാ സ്കൂളും ഒരു സ്കൂൾ പോലും എനിക്ക് ഉറപ്പാണ്. കാരണം 2000 പേരെ പഠിക്കണമെങ്കിൽ അത്രയും സ്കൂളുകൾ നമ്മൾ തൃശ്ശൂർ സിറ്റിയും അനുബന്ധമായിട്ടുള്ളതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൂളുകളിൽ ഇത് ആൾറെഡി സ്പ്രെഡായി കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷങ്ങളുടെ മൊത്തമുള്ളൊരു കണക്കാണ് ഈ 2000 പേരെന്നുള്ളത്, മൊത്തമുള്ളൊരു കണക്കാണ്. അത് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ 2000 എന്ന് പറയുന്നത് നേരെ അമിട്ട് പൊട്ടണ പോലെ ഇങ്ങോട്ട് പോവും. അതൊരു ഞെട്ടിക്കുന്നൊരു. ഈ MDMAക്ക് പുറമെ ഇപ്പം പല വീഡിയോകളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഈ പേസ്റ്റ് മണപ്പിക്കുക, പശ അടിക്കുക എന്ന് പറയാം. അത് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുക. ഞാൻ ഈ അടുത്തൊരു വീഡിയോ, ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു 5-8 കുട്ടികൾ ഒരു പാർപ്പെടുത്തിരുന്നിട്ട് അത് പശ ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് തെറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളാണ് ഒക്കെ കണ്ടാൽ എന്തായാലും ഒരു 10, 12, 13 വയസ്സ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുകളിലേക്കുള്ളതല്ല. അവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ഭയങ്കര അലറി തെറി മാത്രമൊക്കെ പറയുന്ന ഒരു സംഭവം. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് നിശാന്തിനി മേഡം ആയിരുന്നു അന്നത്തെ SHO IPS ഓഫീസർ. അപ്പോൾ ഞാൻ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി, നിശാന്തി മേഡം എപ്പോഴും പറയും ഡ്രഗ്സ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബൈക്കിൽ കറങ്ങി തിരൂർ എത്തിയ സമയത്ത് യാദൃശ്ചിക എനിക്ക് അവിടെ നിന്നൊരു ഫോൺ കോൾ വന്നു. സാറേ എവിടെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതേ ഇപ്പോൾ തിരൂർ ഭാഗത്തുനിന്ന് പറഞ്ഞു. സാറേ എവിടെയും പോകണ്ട, അതെ തിരൂർ അമ്പലത്തിൻ്റെ പള്ളിയുടെ ബാക്കിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലിപ്പോൾ വന്ന 3 പേരെ പിടിക്കാം, അവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, പിന്നെ പെട്ടെന്ന് പോകില്ല, വേറെ ഫോഴ്സിനെ കൂട്ടാണ്ട് ഞാൻ അപ്പം എൻ്റെ ബൈക്ക് എടുത്ത് ആ വീടിൻ്റെ അവിടെ നേരെ ചെന്ന് മുമ്പിൽ കൊണ്ട് നിർത്തി പെട്ടെന്ന് ചാടി ഇറങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ആ 3 പേരെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ചുറ്റും വളഞ്ഞിട്ട് നിങ്ങൾ ആരും ഓടണ്ട, ഈ ഒരു 5-8 പോലീസുകാർ ചുറ്റും വളഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ 3 പേര് നമ്മൾ ആദ്യം പ്രതികളെ അങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും അത് ഇരുത്താനും നോക്കും. ഇരുന്നാൽ പിന്നെ അവർ ഇരുന്നിട്ട് എണീറ്റ് ഓടാനുള്ളൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അവർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ വളരെ സ്ലോ മോഷനിൽ നിന്നവർ വളരെ സ്ലോ മോഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കണമൊക്കെ വളരെ സൂപ്പർ സ്ലോ മോഷനിലാണ് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെൻ്റെ കളിയാക്കുകയാണ്, കാരണം അത്ര സ്ലോ മോഷനിൽ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് 3 പേരും വരാൻ പറഞ്ഞപ്പോൾ പക്ക ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജയനൊക്കെ നസീറൊക്കെ പണ്ടൊക്കെ പോണ പോലെ അത്രയും സ്ലോ മോഷനിൽ നടന്ന് വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും വിഷമവും സങ്കടവും. ഇതെന്തത് ഈ പയ്യന്മാർക്ക് പറ്റിയ ചെറിയ പയ്യന്മാർ. അപ്പം ഞാൻ അവരെ നോക്കിയപ്പോൾ ഇതെന്താ ഉപയോഗിച്ചിട്ടുള്ളത്, ഇത് സാധാരണ കഞ്ചാവ് ഉപയോഗിച്ചാലൊന്നും ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ മറ്റ് നാർക്കോട്ടിക്സ് ഇങ്ങനെയൊന്നല്ലല്ലോ, ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നെ വളരെ സ്ലോയിലാണ് പറഞ്ഞത്, സാർ ഞങ്ങളിത് വൈറ്റ്നർ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു. വൈറ്റ്നറോ? അപ്പോൾ ഞാൻ നോക്കണത് 100 കണക്കിന് ആ വീടിന് ചുറ്റും 100 കണക്കിന് വൈറ്റ്നർ എൻ്റെ കവറുകൾ, അതായത് വൈറ്റ്നർ ഒഴിച്ചിട്ട് ആ കവർ എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ വരച്ചിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അപ്പോൾ വീഡിയോയിൽ കണ്ടത് പശയാണ്, പശ ഇങ്ങനെ ഒഴിച്ചിട്ട്. ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭീതി ജനിപ്പിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന്
ഡോക്ടർമാരെ വിളിച്ചു. ഈ കുട്ടികളെ 3 പേരും കൗൺസിലിംഗ് നടത്തി. ഡോക്ടർമാരെ ഞെട്ടിക്കുന്നവരാണ് പറഞ്ഞത് ഇത് മജ്ജേനടക്കം ബാധിച്ചിരിക്കുന്നു പറഞ്ഞു. ഈ കുട്ടികളുടെ ഈ പോയ്സൺ ഉള്ളിൽ കയറിയിട്ട് മജ്ജേനടക്കം ബാധിച്ചിരിക്കുന്നു പറഞ്ഞു. അതിൽ ആ 3 പേരുടെ അമ്മമാരും എനിക്കിപ്പോഴും നല്ല പകൽ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞിട്ട് സാർ ഇത് എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതായത് 14 വയസ്സ് 13 വയസ്സുള്ള പയ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ എണീറ്റു നോർമലി ഒരു 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ 4-4:30 കഴിഞ്ഞാൽ പിന്നെ 5 ആയി, പിന്നെ 5:30 ആയി, പിന്നെ 6 ആയി, 6:30 ആയി, 7 ആയി, 8 ആയി, 10 ആയി, 12 ആയിട്ടും വീട്ടിലേക്ക് വരുന്നില്ല. അഥവാ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടോ, വലിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ലില്ല, കഴിച്ചതിൻ്റെ സ്മെല്ലില്ല, വേറെ ഒന്നുമില്ല, നോർമലാണ്. പക്ഷേ ഇവർ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ മക്കളും മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു പൊരുത്തം കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ പിടിച്ചപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. അന്ന് ഇവർ ഈ കുട്ടികളെ ഏകദേശം ഒരു മാസം തന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിലൊരു വേറൊരു പയ്യൻ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ മരണപ്പെട്ടു. മനസ്സിലായി? ആ മരണപ്പെട്ടതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതായത് മരണപ്പെട്ടെന്ന് വെച്ചാൽ ഇവർ വൈറ്റ്നർ ഉപയോഗിക്കുന്നതാണ്. അതിലിട്ടിട്ട് മുഖത്ത് വെച്ച് വലിച്ച് അങ്ങനെ കിടന്നുറങ്ങി. മുഖത്ത് വെച്ചിട്ട് കിടന്നുറങ്ങി പയ്യൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ഡെത്ത് ഡ്യൂ ടു ഇൻഹലേഷൻ ആൻഡ് സഫോക്കേഷൻ ഓഫ് വൈറ്റ്നർ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ട്. വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് ചെറുപ്പം പയ്യൻ, നല്ല സ്മാർട്ടായിട്ടുള്ള പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ്നർ ഉപയോഗിക്കുന്നത് കുറേ പേര് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കണമൊക്കെ അത്രയും ഡേഞ്ചർ, അത്രയും പെട്ടെന്ന് മരണത്തിലേക്ക് ഒരു 1-2 വർഷത്തിനുള്ളിൽ മരണപ്പെടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അത് നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ജീവിതം നശിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ല. ഈ പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്ക് പോലീസുകാർക്ക് പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ. ഇപ്പം ഇന്നലെ വരെ പോലീസുകാർക്ക് നേരെ ആക്രമണം. അതായത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്ഥലകാലബോധമില്ല. ഞാൻ പറഞ്ഞില്ലേ, MDMA ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ സ്വഭാവമല്ല, അവനെ നിയന്ത്രിക്കുന്നത് ആ സബ്സ്റ്റൻസാണ്. മനസ്സിലായി? ആ കെമിക്കലാണ് അവനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവന് അമ്മയുണ്ടോ അച്ഛനുണ്ടോ പോലീസാണോ അനിയനാണോ ചേട്ടനാണോ ഒരു ചിന്തയില്ല. ആ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈൻഡാണ് അവൻ്റെ സെറ്റപ്പ് ഉള്ളത്. എല്ലാവരും നമ്മൾ പേടിച്ചേ പറ്റൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ മക്കൾ. മുൻപൊക്കെ നമ്മുടെ നാട്ടിലൊരു ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന നാട്ടുകാർ തന്നെ ഇടപെട്ട് അതിന് അവരെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാനൊക്കെ. ഇപ്പോൾ അങ്ങനെ ആരും ഇടപെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതെ, പ്രധാന കാരണം ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കൈകെട്ടി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനൊരു അറുതി പറ്റുന്നുണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഓടി ബഹളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊരു അറുതി വേണം. ഈ സംഭവത്തിന് മയക്കുമരുന്നിൻ്റെ ഈ വ്യാപനത്തിനൊരു അറുതി വേണം. നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളം എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മുടെ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഇത് വാർഡ് ലെവല്, മനസ്സിലായ വാർഡ് ലെവല് ഓരോ വാർഡിലും ഇതിൻ്റെ ഒരു ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. ഏത് വാർഡിലായാലും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഏത് വാർഡിലായാലും 4-5 ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവർ വന്ന് വൈകുന്നേരം കൂടിയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോടോ അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത പറമ്പ് ഏതെങ്കിലും അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് വലിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ജനപ്രതിനിധികളായാലും ഇപ്പോൾ നമ്മൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ, യുവമോർച്ച അല്ലെങ്കിൽ ഡിഫി അല്ലെങ്കിൽ AYF അങ്ങനെ ജനസംഘടനകളുണ്ടല്ലോ, അവരൊക്കെ ഇതിനെതിരെ ഒരു ജനകീയമായിട്ട് അവിടുത്തെ നാട്ടുകൂട്ടായ്മയൊക്കെ ആയിട്ട് നോക്കിയിട്ട് ജനകീയമായിട്ട് ഒരുമിച്ച്, സെപ്പറേറ്റ് അല്ല, ഇവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് എൻ്റെ വാർഡിൽ ഇത് പാടില്ല, എൻ്റെ വാർഡിൽ ഇങ്ങനത്തെ സംഭവം പാടില്ല അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിലൊരു, അല്ലാണ്ട് 1-2 പേര് പോയിട്ട് അതിനെ എതിർക്കാൻ നോക്കണ്ട. ഈ പോകുന്നത് വിത്ത് പോലീസിൻ്റെ ഹെൽപ്പോട് കൂടി പോയിണെങ്കിൽ ആ ഒരു മാസീവായിട്ടൊരു യുദ്ധം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും. ഒരു യുദ്ധം തന്നെ. എന്നാൽ മാത്രമാണ് ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ലഹരിയെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. അത് തന്നെയാണ് ഇദ്ദേഹവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.